UK പോയി സെറ്റിൽ ആവുന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം UK പോയി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകളും പല പ്രൊസീജിയേഴ്സും ഉണ്ട് നമുക്കറിയാം. അപ്പം അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് IELTS എന്നുള്ള സംഭവം. പുറത്ത് പോയി പഠിക്കാൻ വേണ്ടിയിട്ട് IELTS ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പം IELTS നമുക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഗൈഡൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് അതിൻ്റെ ഒരു ലേണിംഗ് സ്കിൽസ് നമുക്ക് കിട്ടണമെന്നെങ്കിൽ നല്ലൊരു സ്ഥലത്ത് നമ്മളെപ്പോഴും പോകണം. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ സ്പീക്ക് ഈസിനെ പറ്റി പറഞ്ഞത്. അപ്പം അവിടുത്തെ ക്ലാസ്സും അവിടുത്തെ ഗൈഡൻസും വളരെ നല്ലതാണെന്ന് അവനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ സ്പീക്ക് ഈസിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ മുന്നിൽ ആകെ ഉണ്ടായിരുന്ന 2 ആഴ്ച ഉണ്ടായിരുന്നു IELTS ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ആഴ്ചനെ കൊണ്ട് IELTS ടെക്സ്റ്റ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവരാണ് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തതും ഇത്രയും വലിയൊരു ടാസ്ക് എൻ്റെ മുന്നിലുണ്ടായത് ഇത്ര ഈസി ആക്കി തന്നത് സ്പീക്ക് ഈസിയാണ്. പിന്നെ ഇവരുടെ ക്ലാസ്സസ് വരുന്നത് സ്മാർട്ട് ക്ലാസ്സിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒരുപാട് കാര്യം പെട്ടെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ എഫേർട്ട് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത ഒരു വർക്കിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇത്ര നല്ല സ്കോർ കിട്ടിയത്. സോ എൻ്റെ ഈ സക്സസ്സിന് കാരണം സ്പീക്ക് ഈസി ആണ്. സോ താങ്ക്സ് ടു സ്പീക്ക് ഈസി.